ഓക്കെ, യൂട്യൂബിൽ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തു, കുറച്ച് ദിവസം കഴിഞ്ഞ് വീണ്ടും ആ വീഡിയോ ഒന്നുകൂടി എടുത്ത് നമ്മുടെ ചാനലിൽ തന്നെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് റീയൂസ്ഡ് കണ്ടന്റ് ആവും, ഡ്യൂപ്ലിക്കേറ്റഡ് കണ്ടന്റ് ആവും. അതിനുശേഷം പിന്നീട് നമ്മുടെ മോണിറ്റൈസേഷൻ വരെ ഡിസേബിൾ ആയി പോകാനുള്ള സാധ്യതയുണ്ട്. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പോൾ എങ്ങനെ വളരെ സേഫ് ആയിട്ട് നമ്മുടെ ചാനലിൽ റീയൂസ്ഡ് കണ്ടന്റ് ഇഷ്യൂസ് ഒന്നും ഉണ്ടാകാതെ നമ്മുടെ പഴയ വീഡിയോകളെ നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. അപ്പോൾ ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ പഴയ വീഡിയോകളെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അതല്ല ഡയറക്റ്റ് ആയിട്ട് നിങ്ങളൊരു വീഡിയോ യൂട്യൂബിൽ വർഷങ്ങൾക്ക് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്ത് വീണ്ടും അത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പണിയാകും. അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. ഞാൻ ഈ പറയുന്ന കുറെ ട്രിക്കുകളുണ്ട്, അത് നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കുക. ഒന്നാമത്തെ ട്രിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓൾഡ് വീഡിയോസ് ഉണ്ടല്ലോ, അതിനെ എടുത്തിട്ട് റിയാക്ട് ചെയ്യുക. ഇപ്പൊ തന്നെ നമ്മൾ ഒത്തിരി റിയാക്ഷൻ വീഡിയോസ് കാണുമല്ലോ. അപ്പൊ നമ്മുടെ വീഡിയോകൾ ആരും റിയാക്ട് ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ അതിനെ ഒന്ന് റിയാക്ട് ചെയ്ത് നോക്കുക. കാരണം നമ്മൾ പഴയ വീഡിയോകളിലേക്കൊക്കെ പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ രസമായിരിക്കും. ഇപ്പൊ നിങ്ങൾ എന്റെ ആദ്യത്തെ ചാനലിൽ ഞാൻ ആദ്യ സമയത്ത് അപ്ലോഡ് ചെയ്ത വീഡിയോകൾ ഒരു 7-8 വർഷം മുമ്പൊക്കെയാണ് ഉള്ള വീഡിയോ ഒട്ടേ ഉള്ളെന്ന് തോന്നുന്നു എന്റെ ചാനലിൽ. ആ വീഡിയോകളൊക്കെ കയറി നോക്കി കഴിഞ്ഞാൽ വലിയ രസമായിരിക്കും. അപ്പൊ ആ വീഡിയോകൾ എടുത്തിട്ട് നമുക്ക് തന്നെ റിയാക്ട് ചെയ്യാനുള്ള ഒരുപാട് ഐറ്റംസ് ആ വീഡിയോകളിലുണ്ട്. അപ്പൊ അത് ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നിങ്ങളുടെ വീഡിയോകളിൽ നിങ്ങൾ തന്നെ ഒരു റിയാക്ഷൻസ് ഒക്കെ കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ പഴയ വീഡിയോകളെ ഒന്ന് ആളുകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. അതിലൂടെ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പഴയ വീഡിയോയിലേക്ക് റീച്ച് വരും. അതേപോലെ നിങ്ങൾ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിലേക്ക് റീച്ച് വരും. നിങ്ങളുടെ പഴയ വീഡിയോകൾ, ഒന്നിലധികം വീഡിയോകൾ നിങ്ങളുടെ പുതിയ വീഡിയോ കാണുന്ന ആളുകൾ പോയിട്ട് കണ്ടു നോക്കും, ഇവൻ പണ്ട് എന്താണ് ചെയ്തതെന്ന് അറിയാനായിട്ട്. അപ്പൊ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, ഞാൻ പണ്ട് അപ്ലോഡ് ചെയ്ത വീഡിയോകൾ എങ്ങനത്തെ വീഡിയോസ് ആണെന്ന് നിങ്ങൾക്ക് ഒരു ചിന്ത കാണും. അപ്പോൾ ഒരു പക്ഷേ ഇതിൽ കുറച്ച് ആളുകളെങ്കിലും ഞാൻ അപ്ലോഡ് ചെയ്ത പഴയ വീഡിയോകളിലേക്ക്, ഇപ്പം പഴയ വീഡിയോകളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് എന്ന് പറയുന്ന എന്റെ യൂട്യൂബ് ചാനലിൽ പോകണം. ആ ചാനലിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആവശ്യമുള്ളവർക്ക്, താല്പര്യമുള്ളവർക്ക് ആ ചാനലിൽ പോയിട്ട് ഞാൻ മുമ്പ് ഏറ്റവും ആദ്യം അപ്ലോഡ് ചെയ്ത വീഡിയോകൾ അവിടെ നിന്ന് കണ്ടു നോക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിൽ നിങ്ങളുടെ ഓൾഡ് വീഡിയോസിൽ നിങ്ങൾക്ക് വളരെ ഭംഗിയായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഓൾഡ് വീഡിയോസിൽ നിന്ന് നിങ്ങൾ ഷോർട്ട് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ ഒരു സംശയം കൂടെ ഞാൻ ക്ലിയർ ചെയ്ത് തരാം. പല സുഹൃത്തുക്കളും ചോദിക്കുന്ന കാര്യമാണ്, ലോങ് വീഡിയോസിൽ നിന്ന് കട്ട് ചെയ്ത് ഷോർട്ടുകൾ ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ റീയൂസ്ഡ് കണ്ടന്റ് വരുമോ എന്നുള്ള കാര്യം. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. കാരണം യൂട്യൂബ് തന്നെ ഒരു ഫീച്ചർ നൽകുന്നുണ്ട് ലോങ് വീഡിയോസിൽ നിന്നും ഷോർട്ട് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള. അപ്പം ഒരിക്കലും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഓൾഡ് വീഡിയോസ് എടുത്ത് അതിൽ നിന്ന് കട്ട് ചെയ്ത് ഷോർട്ട് ആക്കാം. അതിനുശേഷം ടെക്സ്റ്റുകളും ആനിമേഷൻസും കുറെ ഇമോജീസോ അങ്ങനെയുള്ള എലമെന്റ്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് അതിനൊരു പുതിയ ഷോർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാനും സാധിക്കും. അപ്പൊ അതിലൂടെ നിങ്ങൾക്ക് ആ ഒരു വീഡിയോയിലേക്ക് കൂടുതൽ റീച്ച് കൊണ്ടുവരാം. അതിനോടൊപ്പം തന്നെ റിലേറ്റഡ് വീഡിയോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ ഇപ്പൊ യൂട്യൂബിൽ. ഷോർട്ട് വീഡിയോസിൽ നമുക്ക് ആ റിലേറ്റഡ് വീഡിയോ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഷോർട്ട് വീഡിയോസ് ആളുകളിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ത്രൂ നിങ്ങളുടെ ഓൾഡ് വീഡിയോസിലേക്കും ആളുകളെ എത്തിക്കാനായിട്ട് സാധിക്കും. മൂന്നാമതായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം, നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോയ്ക്ക് ചിലപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു സാധ്യത ഉണ്ടാകത്തില്ല. ഇപ്പൊ 5 വർഷം മുമ്പ് ചെയ്ത വീഡിയോയുടെ ആ ഒരു കണ്ടന്റിന് ഇന്നത് റെലവെന്റ് ആണെങ്കിലേ നമ്മൾ റീപോസ്റ്റ് ചെയ്തിട്ട് കാര്യമുള്ളൂ. മനസ്സിലായി? അപ്പം റെലവെന്റ് ആയിട്ടുള്ള കണ്ടന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കണ്ടന്റ് എടുത്തിട്ട് അതിൽ ഇപ്പോഴത്തെ രീതിയിൽ നിങ്ങൾ ഇപ്പം എത്രയും ഇമ്പ്രൂവ് ആയിട്ടുണ്ട് അതിനനുസരിച്ചുള്ള എഡിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വീഡിയോ റീപോസ്റ്റ് ചെയ്യാം. പക്ഷെങ്കിൽ നല്ല രീതിയിൽ എഡിറ്റ് ചെയ്ത് നിങ്ങൾ പുതിയ കാര്യങ്ങളൊക്കെ ആ വീഡിയോയിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം മാത്രമേ റീപോസ്റ്റ് ചെയ്യാവൂ. അപ്പം ഈ ഒരു പരിപാടി മൾട്ടിപ്പിൾ ആയിട്ട് ഒരുപാട് വീഡിയോകൾ എടുത്തിട്ട് ചെയ്യരുത്. നിങ്ങൾക്ക് എത്ര അത്യാവശ്യമുള്ള വീഡിയോകളിൽ വേണമെങ്കിൽ ടെക്സ്റ്റും എലമെന്റ്സും കാര്യങ്ങളും ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് റീപോസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നാലാമതായിട്ട് ചെയ്യാൻ പറ്റുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓൾഡ് വീഡിയോസ് എടുക്കുക. ആ ഓൾഡ് വീഡിയോസിൽ ഏറ്റവും റീച്ച് ഉള്ള വീഡിയോസ് നോക്കുക. ആ റീച്ച് ഉള്ള വീഡിയോസിൽ ഓരോന്നിന്റെ അനലിറ്റിക്സ് ഓപ്പൺ ആക്കിയിട്ട് ആ വീഡിയോകളിൽ ഏത് ഭാഗത്താണ് കൂടുതൽ ആളുകൾ എൻഗേജ് ആയിട്ടുള്ളത്, ഏത് ഭാഗമാണ് ആ വീഡിയോയുടെ ഏറ്റവും കൂടുതൽ ആളുകൾ വാച്ച് ചെയ്തിട്ടുള്ളതെന്ന് നോക്കുക. അത് നമുക്ക് അനലിറ്റിക്സിൽ നിന്ന് നോക്കിയെടുക്കാനായിട്ട് സാധിക്കും. ആ ഒരു ഭാഗം മാത്രം കട്ട് ചെയ്തിട്ട് അത് നിങ്ങൾ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ അത്രയും ഒരു ഭാഗം മാത്രം റീൽസ് ആയിട്ടോ ഫേസ്ബുക്കിലോ ഒക്കെ തന്നെ അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ചിലപ്പോൾ ഒരു 10 മിനിറ്റുള്ള വീഡിയോ ആയിരിക്കും. ആ 10 മിനിറ്റുള്ള വീഡിയോയിൽ ചിലപ്പോൾ 1 മിനിറ്റ് ആളുകൾ എൻഗേജ് ആയിട്ട് ആ വീഡിയോ ഫുൾ അത്രയും 1 മിനിറ്റ് മൊത്തത്തിൽ വാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. ഏറ്റവും കൂടുതൽ ആളുകൾ ആ ഒരു ഭാഗമായിരിക്കും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കുക. അപ്പോൾ അത്രയും ഭാഗം മാത്രം വീണ്ടും നമ്മൾ റീൽസ് ആയിട്ടൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾ കൂടുതൽ അത് വാച്ച് ചെയ്യാനുള്ള സാധ്യത വർദ്ധിക്കും. ഒരു സാധ്യതയാണ് ഞാൻ അവിടെ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ട്രിക്ക് കൂടെ ഉപയോഗിച്ച് നോക്കാം. അഞ്ചാമതായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മുമ്പ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ ലോങ് വീഡിയോസ് അതേപോലെ എടുത്ത് അല്ലെങ്കിൽ അതിൽ എഡിറ്റിംഗ് ഒക്കെ വരുത്തിക്കൊണ്ട് റെലവെന്റ് ആയിട്ടുള്ള കണ്ടന്റ് ആണെന്നുണ്ടെങ്കിൽ അത് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതിൽ നിന്ന് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഫേസ്ബുക്കിലൂടെയും ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. എന്തായാലും വീഡിയോ ക്രിയേറ്റ് ചെയ്തതാണ്, വെറുതെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ എടുത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫേസ്ബുക്കിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തപ്പോൾ കിട്ടിയതിനേക്കാൾ വ്യൂ ഫേസ്ബുക്കിൽ നിന്ന് കിട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ പറയാനുള്ള കാര്യം റെലവെന്റ് ആയിട്ടുള്ള കണ്ടന്റ് ആയിരിക്കണം. 4 വർഷം മുമ്പിട്ട കണ്ടന്റിന് ഇന്നും വാല്യൂ ഉണ്ടെങ്കിൽ മാത്രമേ അത് റീ അപ്ലോഡ് ചെയ്യാവൂ. അല്ല എന്നുണ്ടെങ്കിൽ ഗുണത്തെക്കാളേറെ ദോഷമായിരിക്കും ഉണ്ടാവുക. റെലവെന്റ് ആയിട്ടുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അത് ആവശ്യമാണെന്ന് തോന്നുന്ന കണ്ടന്റ് ആണെങ്കിൽ മാത്രമേ അങ്ങനെ ചെയ്യാവൂ. പിന്നെ ഇവിടെ പഴയ യൂട്യൂബ് വീഡിയോ എടുത്ത് ഫേസ്ബുക്കിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത അതേ വീഡിയോ മറ്റാരെങ്കിലും നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. അങ്ങനെ നിങ്ങളുടെ വീഡിയോ മറ്റൊരാൾ അപ്ലോഡ് ചെയ്തു, അതിനുശേഷം 2 വർഷം കഴിഞ്ഞാണ് നിങ്ങൾ അത് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കണ്ടന്റ്, നിങ്ങളുടെ സ്വന്തം കണ്ടന്റ്, നിങ്ങൾക്ക് കോപ്പിറൈറ്റ് ഓണർഷിപ്പ് ഉള്ള ആ ഒരു കണ്ടന്റ് റീയൂസ്ഡ് കണ്ടന്റ്
കണ്ടന്റ് ആയിട്ട് മാറും. കാരണം നിങ്ങളെക്കാൾ മുമ്പ് മറ്റൊരാൾ കോപ്പി അടിച്ച് അത് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. നമ്മൾ ലേറ്റ് ആയിട്ട് ഫേസ്ബുക്കിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നം പലരും ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചോളുക. നിങ്ങളുടെ യൂട്യൂബ് കണ്ടന്റുകൾ ആരെങ്കിലും ഒക്കെ കോപ്പി അടിച്ച് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ അവരുടെ കണ്ടന്റ് റിമൂവ് ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ അത് അപ്ലോഡ് ചെയ്യാവൂ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന കണ്ടന്റ് റീയൂസ്ഡ് കണ്ടന്റ് ആയിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഓക്കെ. ആറാമതായിട്ട് ഓൾഡ് വീഡിയോസിലേക്ക് വ്യൂ കൊണ്ടുവരാൻ അല്ലെങ്കിൽ ഓൾഡ് വീഡിയോസിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ വീഡിയോകളുടെയൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഓൾഡ് വീഡിയോസിന്റെ ലിങ്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ മറ്റൊരു കാര്യം ചെയ്യാൻ പറ്റുന്നത്, അത് നിങ്ങൾ സീരീസ് ആയിട്ട് പണ്ട് വീഡിയോകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു 3-4 വർഷം മുമ്പ് നിങ്ങൾ ഒരു സീരീസ് ആയിട്ട് ഏതെങ്കിലും ഒരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിനെ കുറിച്ച് വീഡിയോ ചെയ്തു. ബട്ട് ഇപ്പോൾ അതിൽ വ്യൂ ഒന്നും വരുന്നില്ല. നിങ്ങൾ അതിന്റെ ഒരു നല്ല പ്ലേലിസ്റ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്തൊരു 5-10 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അനക്കമില്ലാതെ കിടക്കുകയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് പുതിയൊരു വീഡിയോ ഒരു അതേ സോഫ്റ്റ്വെയറുമായിട്ട് ബന്ധപ്പെട്ട് ഒരു എഡിറ്ററുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വീഡിയോ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് നേരെ ഈ ഒരു വീഡിയോയെ നിങ്ങളുടെ പഴയ പ്ലേലിസ്റ്റുമായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റും. ലിങ്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം പുതിയ ആ വീഡിയോയിൽ നിങ്ങൾ ഇങ്ങനെ പറയുക, ഈ ഒരു എഡിറ്ററുമായിട്ട് ബന്ധപ്പെട്ട A to Z കാര്യങ്ങൾ ചാപ്റ്റർ വൈസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്കും അതിന്റെ പ്ലേലിസ്റ്റും ഒക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാമെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ആളുകളെ റീഡയറക്ട് ചെയ്യുക. റീഡയറക്ട് ചെയ്യുമ്പോൾ എന്താണ്, നേരെ അവർ ഡിസ്ക്രിപ്ഷനിൽ പോകും, നിങ്ങളുടെ പഴയ പ്ലേലിസ്റ്റിലേക്ക് പോകും. അവിടെ നിന്ന് നിങ്ങളുടെ പഴയ വീഡിയോകൾ വാച്ച് ചെയ്യും. അതിലൂടെ നിങ്ങൾക്ക് ആ ഡെഡ് ആയി കിടന്ന നിങ്ങളുടെ വീഡിയോകളൊന്ന് അതിനെ ഒന്ന് ജീവിപ്പിച്ചെടുക്കാൻ പറ്റും. ചിലപ്പോൾ ആ ഒരു ഒറ്റ കാര്യത്തിലൂടെ നിങ്ങൾക്ക് ആ ഒരു പ്ലേലിസ്റ്റിൽ അനക്കം വെക്കുമ്പോൾ നിങ്ങളുടെ മറ്റു പല വീഡിയോകളും അതിലൂടെ റീച്ചിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. മനസ്സിലായോ? പഴയ വീഡിയോകൾ റീച്ചിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ചെറിയൊരു ട്രിക്ക് ആണെങ്കിൽ പോലും ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഈ ചാപ്റ്റർ വൈസ് നിങ്ങൾ സീരീസ് ആയിട്ടൊക്കെയുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ വെറുതെ കിടക്കില്ലേ, അതിനെയൊക്കെ നമുക്ക് ഇങ്ങനെ അനക്കം വെപ്പിച്ച് വിടാനായിട്ട് സാധിക്കും. ഈ ട്രിക്കുകളൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ പല ചാനലുകളിലായിട്ട് പ്രയോഗിക്കുന്നതാണ്. ഒരു പരിധി വരെയൊക്കെ സക്സസ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. 100% ഇത് വർക്കൗട്ട് ആവുമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ സക്സസ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അടുത്തായിട്ട് പറയാനുള്ളത്, നിങ്ങൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള നല്ല വീഡിയോസ് ഉണ്ടെങ്കിൽ അതിന്റെ ലിങ്കുകൾ നിങ്ങൾക്ക് പുതിയ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. ഐ ബട്ടണിൽ കൊടുക്കാം, എൻഡ് സ്ക്രീനിൽ കൊടുക്കാം. അതിനുശേഷം ആ വീഡിയോകൾ കാണാനായിട്ട് അവരെ എൻകറേജ് ചെയ്യുക. ഇപ്പൊ ഞാൻ ഇവിടെ 2 വീഡിയോകളുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഈ 2 യൂട്യൂബേഴ്സിന് ആവശ്യമായിട്ടുള്ള മൈക്രോഫോണുകളുടെ ലിങ്കാണ്. അപ്പം മറക്കാതെ നിങ്ങൾ ഈ വീഡിയോ കണ്ടു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. എന്തായാലും വീഡിയോ ഇവിടെ നിർത്തിയാണ്. നിങ്ങൾ ലൈക്ക് ചെയ്ത് കാണുമെന്ന് വരുന്നു. ലൈക്ക് ചെയ്യാത്തവർ മറക്കാതെ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.